Hi everyone, Assalamu alaikum. Welcome to Fathimas kitchen. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ന്യൂ ട്രെൻഡിങ് വാനില റോയൽ കേക്ക് ആണ്. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ വീഡിയോ കാണുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനാവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കണം. അതിനുശേഷം 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ എഗ് വൈറ്റും എഗ് യോക്കും മാറ്റി വയ്ക്കണം. എഗ് വൈറ്റ് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കാം. മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചതാണ്. അതിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കാം. നല്ല ക്രീമി ആകുന്നത് വരെ ഒന്ന് ബീറ്റാക്കി കൊടുക്കാം. ബാലൻസ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എഗ് യോക്കും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കാം. ഓയില് 3 ടീസ്പൂൺ അതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുത്തതിന് ശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് മെല്ലെ മെല്ലെ ബീറ്റാക്കണം. ഇനി ഒന്ന് സ്പാച്ചില കൊണ്ട് മെല്ലെ ഫോൾഡ് ചെയ്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബബിൾസ് എല്ലാം ടാപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഓവണിൽ നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. 160 ഡിഗ്രി ഹീറ്റിൽ 30 മിനിറ്റോളം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ബേക്കായി വന്ന സ്പഞ്ചിനെ 3 ലെയറാക്കി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐസിങ്ങിനുള്ള വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കാം. സ്ലോ സ്പീഡിൽ ബീറ്റാക്കി 2 മിനിറ്റിന് ശേഷം നല്ല ഹൈ സ്പീഡിൽ ബീറ്റാക്കി എടുക്കാം. ഇപ്പോൾ ഒന്ന് ഐസിങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്പഞ്ചിലേക്ക് ഐസിങ് തുടങ്ങാം. ഇതിനാവശ്യമായ ആദ്യം ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഐസിങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാ ലെയേഴ്സും റെഡിയാക്കി എടുക്കാം. കോട്ടിങ് റെഡിയായി. 1/2 മണിക്കൂർ നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റാം. ഫസ്റ്റ് കോട്ടിങ്ങിൽ നിന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് കോട്ടിങ്ങും ചെയ്ത് കഴിഞ്ഞു. അതിലേക്ക് സൈഡിലെല്ലാം ഷുഗർ ബീഡിങ്സ് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഡെക്കറേറ്റ് ചെയ്യേണ്ടത് കൊണ്ട് എഡ്ജൊന്നും ഫിനിഷ് ചെയ്യേണ്ട, ഒരുപാട് ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ടോപ്പിൽ ചോക്ലേറ്റ് ഗനാഷ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ടോപ്പിൽ നമുക്കിനി ബാക്കിയുള്ള ഡെക്കറേറ്റ് കൂടെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ട്രെൻഡിങ് ആയ വാനില റോയൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും വളരെ ഈസിയുമാണ് തയ്യാറാക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.